ഏറെ സ്നേഹമുള്ളവരെ, മർദ്ദിതരും വിശക്കുന്നവരും ബന്ധിതരും നമുക്ക് ചുറ്റുമില്ലേ? സങ്കീർത്തകൻ 146 സങ്കീർത്തനം 7 തിരുവചനത്തിലൂടെ ചില സത്യങ്ങൾ പറയുന്നു. അവിടുന്ന് മർദ്ദിതർക്ക് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നു, ബന്ധിതരെ മോചിപ്പിക്കുന്നു. പാപബന്ധനത്തിൽ കഴിയുന്നവര്, ആത്മീയ വിശപ്പുള്ളവര്, അനേക സമ്മർദ്ദങ്ങളിൽ മർദ്ദിക്കപ്പെടുന്നവര്, ഇവരെയൊക്കെ സ്വതന്ത്രരാക്കാൻ നമുക്ക് കഴിയില്ലേ? പരിശ്രമിച്ചാൽ വിജയം തീർച്ചയാണ്. രാമപുരത്തെ കുഞ്ഞച്ചന്റെ ജീവിതം. ഒരിക്കൽ ഒരു ക്യാൻസർ രോഗി അദ്ദേഹത്തെ സമീപിച്ചു. അഴുകിയ വ്രണങ്ങൾ, ദുർഗന്ധം, അടുത്തുള്ളവരൊക്കെ ഓടിയകന്നു. എന്നാൽ കുഞ്ഞച്ചൻ ആ വ്യക്തിയെ കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാന നൽകി. മാത്രമല്ല, മരണം വരെ അദ്ദേഹത്തെ സന്ദർശിച്ച് മരണത്തിന് ഒരുക്കിക്കൊണ്ടിരുന്നു. കൊച്ചുകുട്ടികളൊക്കെ ഓടിയെത്തും. എന്തിനാണെന്നോ? തനിക്ക് സമ്മാനമായി കിട്ടിയ മധുര പലഹാരങ്ങളും പഴങ്ങളും ആ കുട്ടികൾക്കാണ് കുഞ്ഞച്ചൻ നൽകിയിരുന്നത്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ആ ഗ്രാമത്തിന്റെ മാത്രമല്ല, അയൽ ഗ്രാമങ്ങളുടെയും രക്ഷകനായിരുന്നു. പരീക്ഷക്കാലമാകുമ്പോൾ കുട്ടികൾ ഓടിയെത്തും, അനുഗ്രഹം മേടിക്കാനും പ്രാർത്ഥന ചോദിക്കാനും. എല്ലാവരെയും ആശീർവദിച്ചിട്ടാണ് കുഞ്ഞച്ചൻ അവരെ മടക്കി വിട്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കൊച്ചു ജീവിതം അനേകർക്ക് വേണ്ടി ചെലവഴിക്കാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ഈ സത്യം തിരിച്ചറിയണം. നിങ്ങളും ഞാനും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, നിയോഗിക്കപ്പെട്ടവരാണ് നന്മ ചെയ്യാൻ. അങ്ങനെ നാം അനുഗ്രഹീതരായി മാറും. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരസ്പർശത്താൽ കൂടുതൽ കൂടുതൽ കൃപകൾ കൊണ്ട് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സംരക്ഷിക്കുന്നു. ആമേൻ.